രാത്രി 10 മണിയോട് കൂടി കാടിന്റെ ഉള്ളിലേക്ക് കടന്ന ഒരു കുഴൽപാതയിൽ 2 സുഹൃത്തുക്കൾ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. വിജയും അഭിയും അടുത്തുള്ള ഗ്രാമത്തിൽ വെച്ച് നടന്ന വിവാഹം കണ്ട് തിരികെ വരികയായിരുന്നു. നേരിട്ടുള്ള ദേശീയപാത കടക്കാതെ ചെറുവഴിയിലൂടെ പോകുകയെന്നത് അവരുടെ തീരുമാനമായിരുന്നു. പക്ഷേ ആ വഴി പഴയ കാലങ്ങളിൽ അന്യമായ സംഭവങ്ങളാലും ദുരൂഹതകളാലും പ്രശസ്തമായിരുന്നു എന്നത് അവരുടെ അറിവിലുണ്ടായിരുന്നില്ല. തുടക്കം കാര്യമായി ഒന്നുമുണ്ടായില്ല. വെളിച്ചം കുറഞ്ഞ കാടിന്റെ കനമായതോടെ കാറ്റിന്റെ ശബ്ദം, ഇനിയും കാണപ്പെടാത്ത കാട്ടുപക്ഷികളുടെ കുരലുകൾ എല്ലാം അവർക്കുള്ളിൽ ചെറിയൊരു ആശങ്ക പരത്തി. അടുത്ത് എത്തുന്ന ഓരോ നിമിഷത്തിലും അവർക്കിത് വഴി തിരഞ്ഞെടുത്തതിൽ അല്പം തെറ്റായെന്ന് തോന്നിത്തുടങ്ങി. കഴിഞ്ഞ ചില നിമിഷങ്ങളിൽ അകലത്തേക്ക് ബൈക്ക് ഹെഡ്ലൈറ്റ് അടിച്ചപ്പോൾ ആൺകുട്ടികൾ രണ്ടും കണ്ടത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മരങ്ങൾക്കിടയിൽ വെളുപ്പിച്ചുവണ്ണം വെളുത്ത സാരിയിലുള്ള സ്ത്രീയെ അവർ കണ്ടു. അവൾ ഒരിടത്തും നിശ്ചലമായി നിന്നുകൊണ്ടിരുന്നു. തല താഴ്ത്തിയ നിലയിലായിരുന്നു അവളെ കണ്ടത്. സമീപത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. പാതിയും മങ്ങിയ മുഖം, ശാന്തമായ നിലയം. ഒന്ന് ആലോചിക്കാൻ പോലും സമയം ഇല്ലാതെ ബൈക്ക് നേരെ അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവൾ അപ്രത്യക്ഷയായി. അവരുടെ മനസ്സിൽ അതൊരു ഭ്രമമായിരിക്കുമെന്നു ആദ്യം തോന്നി. പക്ഷേ കുറച്ച് അകലത്തു അവർ വീണ്ടും അവളെ കണ്ടു. ഈശ്വരേ! അക്ഷരാർത്ഥത്തിൽ അവൾ ഒരേപോലെ അതേ നിലയിൽ വീണ്ടും അവരിലേക്ക് നേരെ നോക്കി നിന്നു. തല നേരെ ഉയർത്തിയപ്പോൾ കണ്ട മുഖം അവർക്കതിശയിക്കാനാകാത്ത വേദനയും ഭയവും നൽകുന്നതായിരുന്നു. കണ്ണുകൾ ചുവപ്പ് നിറം കൊണ്ട് തെളിഞ്ഞു. മുഖം ചലനം കൂടാതെ മരത്തിന്റെ തിളച്ചൊരിയലിൽ പടർന്നു നിന്നു. ബൈക്ക് നേരെ നിർത്തിയപ്പോൾ ബൈക്ക് അനിയന്ത്രിതമായി നിർത്തലായി. അവൾക്ക് സമീപമാകുമ്പോൾ ഹൃദയം ഉരുണ്ടുവീഴുന്ന പോലെ അവരെ തളർത്തിയ വിഭവം പിടിച്ചുപറ്റി. അവസാനം അവർ തിരിച്ചു ഓടി. വഴിയിലേക്ക് തിരിഞ്ഞത് ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കായിരുന്നു. പൂർണ്ണമായും തകർന്നുപോയ ഒരു പഴയ ശിവക്ഷേത്രം. അകത്ത് വെളിച്ചം ഇല്ലാതെയും ശാന്തതയുമായി ശിവലിംഗം പ്രതിഷ്ഠിച്ച നിലയിലുണ്ടായിരുന്നു. അവർ ക്ഷേത്രത്തിനുള്ളിലായപ്പോൾ പിന്നിൽ നിന്ന് വന്ന ആ സ്ത്രീയുടെ നിലവിളി കാട് മുഴുവൻ മുഴുങ്ങിപ്പോയി. പക്ഷേ ക്ഷേത്രത്തിന്റെ അതിരുകൾ അവളെ ചെന്ന് പിടിക്കാതെ തടഞ്ഞു. അവളുടെ ശബ്ദം മാത്രമായിരുന്നു അവിടെ നിലനിന്നത്. കാഴ്ച മറന്നു. അഭിയും വിജയും രാത്രി മുഴുവൻ ക്ഷേത്രത്തിനകത്ത് തങ്ങിയ ശേഷം രാവിലെ ഗ്രാമവാസികൾ അവരെ കണ്ടെത്തി. സംഭവങ്ങൾ കേട്ട ഗ്രാമത്തിലെ മുതിർന്നവർ പറഞ്ഞു, 10 വർഷം മുമ്പ് ഒരു യുവതിയെ വിവാഹ ദിവസം ഈ കാട് വഴിയിൽ കാറപ്പുറത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വെളുത്ത സാരിയിൽ ആ വിവാഹത്തിന് തയ്യാറായി പോയ അവളുടെ ആത്മാവാണ് ഇന്നും കാടിൽ ചുറ്റി സഞ്ചരിക്കുന്നത്. സഹായം ചോദിക്കുന്ന രൂപത്തിൽ പലരും അവളെ കണ്ടിട്ടുണ്ടെന്നും പക്ഷേ പിന്നിൽ അതൊരു ഭയാനകമായ ആകൃതിയായി മാറുന്നു എന്നും ഗ്രാമസ്ഥർ പറഞ്ഞു. വിജയും അഭിയും ആ വഴിയിലൂടെ പിന്നെ ഒരിക്കലും യാത്ര ചെയ്തു. ഇന്നും ആ വഴിയിൽ രാത്രി യാത്ര ചെയ്യുന്നവർ ആ വെളുത്ത സാരിയിലുള്ള സ്ത്രീയുടെ അരിഞ്ഞ ചിരിയും ഇരുണ്ട കാടിലൂടെ മുഴുകുന്ന ദുഃഖവും അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അവൾ ഇനിയും കാത്തിരിക്കുന്നു, നഷ്ടപ്പെട്ട വിവാഹമേളയുടെയും മരിച്ച ആത്മാവിന്റെയും നീണ്ട കാത്തിരിപ്പുകൾക്കായി.